കേരളത്തിലെത്തി മോഷണം തൊഴിലാക്കിയ അസം സ്വദേശിയെ പോലീസ് പിടികൂടി. അസം സ്വദേശിയായ 28 വയസ്സുകാരനായ ദിൽദാർ ഹുസൈനെയാണ് കോട്ടയം റെയിൽവേ പോലീസും RPFും ചേർന്ന് പിടികൂടിയത്. ഇയാളുടെ ബാഗിൽ നിന്നും ഐഫോൺ അടക്കം 13 മൊബൈൽ ഫോണുകളും ഐപാഡും ലാപ്ടോപ്പും കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും ട്രെയിനുകളിൽ കയറിയും മോഷണം നടത്തിയിരുന്ന അസം സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാൾ കേരളത്തിൽ ഒരു ജോലിയും ചെയ്തിരുന്നില്ലെന്നും മോഷണമായിരുന്നു ഇയാളുടെ രീതിയെന്നും കോട്ടയം റെയിൽവേ SHO റെജി പി ജോസഫ് പറഞ്ഞു. എറണാകുളം കൊല്ലം പാതയിൽ സമീപകാലത്ത് ഇയാൾ ഒട്ടേറെ മോഷണങ്ങൾ നടത്തിയിട്ടുള്ളതായി പോലീസിനോട് സമ്മതിച്ചു. യാത്രക്കാർ ഉറങ്ങിക്കിടക്കുമ്പോൾ ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും കവർന്ന് കടന്നുകളയുകയായിരുന്നു ഇയാൾ ചെയ്തിരുന്നത്. ബാഗിൽ നിന്ന് ഐഫോൺ അടക്കം 13 മൊബൈൽ ഫോണുകളും ഐപാഡുകളും ലാപ്ടോപ്പും കണ്ടെത്തി. ഇവയ്ക്ക് ഏകദേശം 3.5 ലക്ഷത്തിലധികം രൂപ വില വരുമെന്ന് പോലീസ് അറിയിച്ചു. ഇതോടൊപ്പം 654 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാൾ ലഹരിക്കടിമയാണ്. ലഹരി കിട്ടാത്ത അവസരങ്ങളിൽ ബ്ലേഡ് ഉപയോഗിച്ച് കൈകളിൽ മുറിവേൽപ്പിച്ചതിന്റെ നിരവധി പാടുകളും കൈകളിലുണ്ട്. മോഷണം തൊഴിലാക്കിയ ഒരു അന്യസംസ്ഥാനക്കാരനല്ലേ? തീർച്ചയായിട്ടും. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. മോഷണം ആണ് തൊഴിലാക്കി എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇതിപ്പോൾ ഇതിനകത്ത് ആപ്പിൾ ഐഫോൺ ഉൾപ്പെടെ സ്മാർട്ട് ഫോൺ ഉൾപ്പെടെ 13 ഫോണ്, ഒരു ലാപ്ടോപ്പ്, 1/2 കിലോയിൽ മേൽ 650 ഗ്രാം കഞ്ചാവ് ആയിട്ട് ഞങ്ങളും RPFിൻ്റെ ക്രൈം ഇൻ്റലിജൻസ് സ്ക്വാഡും കൂടെ സംയുക്തമായിട്ട് പരിശോധന നടത്തും. സാധാരണഗതിയിൽ മാസത്തിൽ 2-3 തവണ RPFിൻ്റെ ക്രൈം ഇൻ്റലിജൻസ് ആയിട്ട് പരിശോധന നടത്താറുണ്ട്. ഇതിനു മുമ്പ് ചെങ്ങന്നൂരൊക്കെ നടത്തിയായിരുന്നു. ഇന്നലെ കോട്ടയത്ത് പരിശോധന നടത്തി വരവെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ആ നാഗമ്പടം സ്റ്റാൻഡ് അടുത്ത് സംശയാസ്പദമായി നമ്മളെ കണ്ടപ്പം പരിഭ്രമത്തോടു കൂടി ഓടാൻ ശ്രമിക്കുന്ന ഒരു ആളെ കണ്ടു. അയാൾക്ക് വലിയ ആരോഗ്യമില്ലാത്തൊരു കക്ഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഗ് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ കണക്കിൽപ്പെടാത്ത ഇത്രയും ഫോണുകൾ, ഒരു ലാപ്ടോപ്പ്, അതുപോലെ കഞ്ചാവ്, ഇത്രയും സാധനം കിട്ടി. അയാൾ വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോൾ നമ്മൾ മറ്റു എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് മെസ്സേജ് വിടുന്നത്. അപ്പോൾ ഈ ലാപ്ടോപ്പ് കൊല്ലത്ത് ലാപ്ടോപ്പിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒരു സാംസങ് മൊബൈലിന് എതിരെ പരാതി തിരുവനന്തപുരത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇയാളെ ചോദ്യം ചെയ്തപ്പം കൊല്ലത്ത് മൺട്രോത്തുരത്ത് ഭാഗത്ത് വെച്ച് രാത്രിയിൽ ഒരു സ്ത്രീയുടെ ബാഗ് അടിച്ചുകൊണ്ട് പോയി. അതിനകത്ത് 2 ഗ്രാം സ്വർണ്ണവും ഒരു 10,000 രൂപ ഉണ്ടായിരുന്നു. ആ സ്വർണ്ണം കൊണ്ടുപോയി ചെങ്ങന്നൂർ ജൂവലറി കൊടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഫോണുകളുമായിട്ട് മിനിഞ്ഞാന്ന് രാത്രി തന്നെ ചെങ്ങന്നൂരെന്ന് എറണാകുളത്ത് പോയി. എറണാകുളത്ത് പോലീസിനെ കണ്ടിട്ട് അവിടെ നേരെ കോട്ടയത്ത് വന്നിട്ട്, കോട്ടയത്തുണ്ടെങ്കിൽ ഫോൺ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്വദേശമായ ആസാമിലേക്ക് പോകാൻ വേണ്ടിയുള്ള നീക്കമാണ് നടത്തിയിരുന്നത്. ആസാമിൽ കൊണ്ടുപോയി ഈ ഫോൺ ലാപ്ടോപ്പൊക്കെ അവിടെ കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് പതിവ്. അവിടെ കൊണ്ട് വിൽക്കുക ചെയ്യുന്നത്. ആസാമിൽ ഇത് ലോക്ക് അഴിച്ചു മാറ്റാൻ പ്രത്യേക ആൾക്കാരുണ്ട്. ലോക്ക് അഴിച്ചു മാറ്റിയതിന് ശേഷം ഇത് ഫോർമാറ്റ് ചെയ്ത് അവിടെ വിൽപ്പന നടത്താനാണ് ഉദ്ദേശം. കഞ്ചാവില്ലാതെ പ്രതിക്ക് നിൽക്കാൻ പറ്റത്തില്ല. പ്രതിനെ ഇന്നലെ സന്ധ്യയായി താമസിച്ചാണ് മെഡിക്കൽ നടത്തി കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ കോടതിയിൽ പോലീസ് ചെയ്ത് റിമാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇയാളുടെ രീതി എങ്ങനെയാണ്? ഈ ട്രെയിനിൽ കയറി മോഷ്ടിക്കുക, ഒപ്പം പ്ലാറ്റ്ഫോമിൽ? അതെ, ഇദ്ദേഹം രാവിലെ കഞ്ചാവ് അടിച്ച് കിടക്കും. അതുപോലെ ഇഞ്ചക്ഷനുണ്ട്. അത് കഴിഞ്ഞ് രാത്രി കാലങ്ങളിൽ വെളിയിലിറങ്ങി ടിക്കറ്റ് എടുക്കാതെ ട്രെയിനകത്ത് കയറി നടക്കുക. ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ മൊബൈൽ എടുക്കുക. ട്രെയിൻ സ്ലോ ആകുന്ന സമയത്ത് അവിടെ ചാടി ഇറങ്ങുക. അത് കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ സ്റ്റേഷനിൽ ചെന്നിട്ട് വേറെ ട്രെയിനിൽ കയറുക. അപ്പോൾ ഒരു ട്രിപ്പിന് 2-3 മൊബൈലാണ് ഇദ്ദേഹം മോഷണം നടത്തിക്കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ആസാമിലേക്ക് കൊണ്ടുപോവുക. അവിടെ വിൽപ്പന നടത്തി അതിനുശേഷം ഈ കിട്ടുന്ന പൈസയ്ക്ക് ഈ ലഹരി വസ്തുക്കൾ മേടിച്ച് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് നാട്ടിൽ വരിക. അതാണ് അദ്ദേഹത്തിൻ്റെ രീതി. ഇപ്പോൾ നമ്മൾ ഈ പിടികൂടിയിരിക്കുന്ന സാധനങ്ങൾ ആകെ കൂടി എത്ര രൂപയുടെ സാധനം? പിടികൂടിയ സാധനത്തിൻ്റെ എല്ലാം കണക്ക് ഇന്നലെ എടുത്ത് നോക്കിയപ്പോൾ 3,10,000 രൂപയാണ്. അപ്പോൾ നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെയും 2 ഫോണിൻ്റെയും മാത്രമേ ആളിപ്പം കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഓരോ ഫോണും ലോക്ക് മാറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് പരാതി ഓരോ പോലീസ് സ്റ്റേഷനിലുണ്ടെങ്കിൽ ഇവിടെ അതിനെ FIR എടുത്ത് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത് മൊബൈൽ കൊടുത്തതിന് ശേഷം അങ്ങോട്ട് FIR ട്രാൻസ്ഫർ ചെയ്യും. ഓരോ മൊബൈലിനും വിവിധ ട്രെയിൻ, അദ്ദേഹത്തിന് നല്ല ഓർമ്മയില്ല ഏത് ട്രെയിനിനാണ് എടുത്തതെന്നോ എപ്പോഴാണോ എടുത്തതെന്നോ ഒന്നും പുള്ളിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഓരോ മൊബൈലിനും ലോക്ക് അഴിച്ചിട്ട് അതിൻ്റെ ആളെ കണ്ടെത്തി നമുക്ക് IMEI നമ്പർ ലോക്ക് അടിച്ചിട്ട് കിട്ടും. IMEI നമ്പർ ട്രേസ് ചെയ്ത് ആളെ കണ്ടുപിടിച്ച് അയാളെ വിളിച്ചു വരുത്തി ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ പരാതി ഉണ്ടെങ്കിൽ ഇവിടെ FIR രജിസ്റ്റർ ചെയ്ത് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത് ആ FIR കൺസൾട്ട് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് രീതി. ഇയാൾ തനിച്ചായിരുന്നു? അല്ല, ഇയാൾ തനിച്ചായിരുന്നു. സ്ഥിരം ഇത് തന്നെയാണ്. ഇയാളുടെ കുറ്റസമ്മതം മുടിക്കാതെ പറയുന്നുണ്ട്, ഞാൻ ഇത് മൊബൈൽ മോഷണമാണ് തൊഴിൽ, വേറെ ജോലി സ്ഥിരം കഞ്ചാവ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് നിൽക്കുന്ന ആളാണ്. ഈ ഉറങ്ങിക്കിടക്കുന്ന ആളുകളുടെ ഫോൺ മോഷ്ടിക്കുകയാണ് പ്രധാന രീതി. തീർച്ചയായിട്ടും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ അജാഗ്രത കൊണ്ടാണ് ഇങ്ങനെ ഫോണുകൾ നഷ്ടപ്പെടുന്നത്. ഫോണുകൾ നഷ്ടപ്പെട്ടു പോയതിന് ശേഷം ഇത് മോഷണം പോയി. ഇത് ഇങ്ങനെ ട്രെയിനകത്ത് മോഷണം കൂടുതലായി നടക്കുന്നുണ്ടെന്ന് പത്രദ്വാര വഴി നിരവധി ആൾക്കാർ അറിയുകയും പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ആൾക്കാർ അശ്രദ്ധയോടുകൂടി ഫോൺ എവിടെയെങ്കിലും വെക്കും, അത് എടുത്തുകൊണ്ട് പോകും.
അവരുടെ ഒരു കരുതലുണ്ടെങ്കിൽ ഇതുപോലുള്ള മോഷണങ്ങൾ തടയാനായിട്ട് തീർച്ചയായും സാധിക്കും. അതിനുള്ള ബോധവൽക്കരണങ്ങളൊക്കെ ട്രെയിനിൻ്റെ സ്റ്റേഷൻ വഴി ട്രെയിനകത്തൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിരവധി തവണ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പത്രധാരയായി മാധ്യമം വഴിയൊക്കെ ആൾക്കാർ ഇത് കണ്ടും കേട്ടും ഇരിക്കുന്നത്. എന്നിട്ടും അജാഗ്രതയോട് കൂടിയാണ് ഈ ആപ്പിൾ ഐഫോണൊക്കെ 1 ലക്ഷം രൂപയുള്ള ഫോണൊക്കെയാണ്. ബാക്കിയുള്ള സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പ് ഒക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ട്രെയിനിലെ യാത്ര സുരക്ഷിതമല്ല. അത് ഒരു ആൾക്കാരുടെ അശ്രദ്ധക്കുറവുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ മോഷണങ്ങൾ പെരുകി വരുന്നത്. ഇപ്പോൾ 11 മണിക്ക് കോടതി ഹാജരാക്കും. ആ കോടതിയുടെ ബാക്കി നടപടിക്രമം റിമാൻഡ് ചെയ്യും. റെയിൽവേ പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രീകരിച്ചും ട്രെയിനുകളിൽ കയറിയും മോഷണം നടത്തുന്നതായിരുന്നു ഇയാളുടെ രീതി. ഇയാളുടെ ബാഗിൽ നിന്നും 1/2 കിലോയിലധികം കഞ്ചാവും കണ്ടെടുത്തിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV. വണ്ടിക്ക് ഇറങ്ങട്ടെ.